നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിനൊരുങ്ങി ജില്ല. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഇടുക്കി IDA ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകും. റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നത് 17 പ്ലറ്റൂണുകളിലായി 500ഓളം പേർ. NDA പിന്തുണയോടെ UDF ഭരിച്ചിരുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അട്ടിമറി. കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചെടുത്തു. ഭരണം നഷ്ടമാകാൻ കാരണം കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളിൽ മാനസിക രോഗികളും ക്രിമിനലുകളും ഉള്ളതായി പരാതി. ഇതോടെ യാതൊരുവിധ രേഖകളുമില്ലാതെ എത്തുന്ന ഇത്തരം ആളുകളുടെ ഭീഷണിയിൽ ജനങ്ങൾ. ഇത്തരക്കാർക്ക് മേൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ നടപടിയില്ലെന്ന് പരാതി. നിലവിൽ 2.5 വർഷത്തിലധികമായി നഷ്ടപരിഹാര തുക വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 25,88,000 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി ജില്ല. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഇടുക്കി IDA ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകും. 17 പ്ലറ്റൂണുകളിലായി 500ഓളം പേർ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും. പോലീസ്, വനംവകുപ്പ്, എക്സൈസ്, ഫയർഫോഴ്സ്, NCC, സ്റ്റുഡൻസ് പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവ പരേഡിൽ അണിനിരക്കും. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, കുളമാവ് നവോദയ വിദ്യാലയം, MRS പൈനാവ്, സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ്, GHSS പഴയരിക്കണ്ടം, SNHSS കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പരേഡിൽ പങ്കെടുക്കും. പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, സിവിൽ സപ്ലൈസ് വകുപ്പ്, KSEB, ആരോഗ്യവകുപ്പ്, വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകൾ, ഇടുക്കി താലൂക്ക് ഓഫീസ് എന്നിവ പരേഡിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ മൈതാനത്ത് ഒരുക്കും. പരേഡിനുള്ള പരിശീലനവും റിഹേഴ്സലും 23-ന് IDA മൈതാനത്ത് ആരംഭിച്ചിരുന്നു. ഹരിതചട്ടം പാലിച്ചാവും റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുക. പൊതുജനങ്ങൾക്ക് പരേഡ് കാണുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. NDA പിന്തുണയോടെ UDF ഭരിച്ചിരുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അട്ടിമറി. കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചെടുത്തു. കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരാണ് ഭരണം നഷ്ടമാകാൻ കാരണം. UDF 8, LDF 8, NDA 1 എന്നതാണ് കരുണാപുരത്തെ കക്ഷിനില. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് അംഗമായ 12ാം വാർഡ് അംഗം ശോഭനാമ ഗോപിനാഥും LDFന് അനുകൂല നിലപാടെടുക്കുകയായിരുന്നു. ശോഭനാമ ഒഴികെയുള്ള UDF അംഗങ്ങളും NDA അംഗവും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിലെ പടലപ്പിണക്കമാണ് അവിശ്വാസത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് 3ാം തവണയാണ് കരുണാപുരത്ത് അവിശ്വാസം അരങ്ങേറുന്നത്. തുടക്കത്തിൽ NDA അംഗം ഒരു മുന്നണിയെയും പിന്തുണയ്ക്കാതിരുന്നതിനാൽ നറുക്കെടുപ്പിലൂടെ ഭരണം LDFൽ എത്തുകയായിരുന്നു. പിന്നീട് NDA അംഗത്തിന്റെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചെടുത്തു. കോൺഗ്രസിലെ മിനി പ്രിൻസ് പ്രസിഡന്റായും NDA അംഗം ബിനു PR വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും LDF അവിശ്വാസം നൽകിയെങ്കിലും ചർച്ചയിൽ നിന്നും UDF അംഗങ്ങളും NDA അംഗവും വിട്ടുനിന്നതിനാൽ ക്വാറം തികയാത്തതിനാൽ അന്ന് ചർച്ചയ്ക്കെടുക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് ഇത്തവണ വീണ്ടും LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളിൽ മാനസിക രോഗികളും ക്രിമിനലുകളും ഉള്ളതായി പരാതി. ഇതോടെ യാതൊരുവിധ രേഖകളുമില്ലാതെ എത്തുന്ന ഇത്തരം ആളുകളുടെ ഭീഷണിയിലാണ് ജനങ്ങൾ. ഇത്തരക്കാർക്ക് മേൽ ജാഗ്രത വേണമെന്ന് പോലീസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും എല്ലാ ആഴ്ചയിലും ടൂറിസ്റ്റ് ബസ്സുകളിൽ വന്നിറങ്ങുന്നവരുടെ എണ്ണത്തിൽ ഒരു കണക്കുമില്ല. അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം അടുത്തിടെ പോലീസ് ആരംഭിച്ചിരുന്നെങ്കിലും നടപടിക്രമങ്ങൾക്ക് ഒച്ചിഴയുന്ന വേഗമാണ്. ഹൈറേഞ്ചിലെ പ്രധാന ടൗണായ കട്ടപ്പനയിൽ ഞായറാഴ്ചകളിൽ ബംഗാളികളും ബീഹാറികളുമാണ് നഗരം നിയന്ത്രിക്കുന്നത്. ലഹരി ഉപയോഗിച്ചുള്ള തമ്മിൽത്തല്ല്, വീടുകളിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാനസിക നില നെറ്റിയ ബീഹാർ സ്വദേശി ഒരു പ്രദേശത്തെയാകെ മുൾമുനയിലാക്കിയിരുന്നു. 20 ഏക്കർ പൊന്നിക്കവല പ്രദേശങ്ങളിലാണ് അന്യസംസ്ഥാന തൊഴിലാളി രാത്രികാലങ്ങളിൽ വീടുകളിൽ പ്രവേശിച്ചത്. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഉൾപ്പെടെ ഇയാൾ അതിക്രമിച്ചു കയറി. മുൻപും സമാന രീതിയിൽ മനോനില തെറ്റിയ അന്യസംസ്ഥാന സ്വദേശി വീടുകളിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചിരുന്നു. ഇത്തരം ആളുകൾക്ക് ചികിത്സ നൽകി മടക്കി അയക്കാനോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലേക്ക് മാറ്റാനോ മാത്രമാണ് പോലീസിന് കഴിയുന്നത്.
ഇത്തരം ആളുകളെ നേരിടുമ്പോൾ അവർ അക്രമാസക്തരാകുന്നതും ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്നതായി BJP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല പറയുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം നമ്മുടെ മേഖലകളിൽ വർദ്ധിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട്. ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണോ ഈ തൊഴിലാളികൾ ഇവിടെ എത്തുന്നതെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായിട്ടുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ശല്യം, അവരുടെ ഭീഷണി നമ്മുടെ പല വീടുകളും പലതവണയായിട്ട് അനുഭവിച്ചു, അത് തുടർന്നു വരികയാണ്. അവർ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മദ്യപിച്ച് ബോധമില്ലാതെ നടന്നിട്ട് വീടുകളിലൊക്കെ അതിക്രമിച്ച് കയറുക, സ്ത്രീകളും കുട്ടികളും ഒക്കെ മാത്രമുള്ള സ്ഥലങ്ങളിൽ. ഇനിയിപ്പോൾ സ്ത്രീകളും കുട്ടികളും എന്നല്ല, എല്ലാ ആളുകളുമുള്ള വീടുകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഭയപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ ആക്രമണങ്ങൾക്കും ഒക്കെ ഇരയാകാവുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് കട്ടപ്പന പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിഥി തൊഴിലാളികൾക്കിടയിൽ അക്രമവാസന വർദ്ധിച്ച സാഹചര്യത്തിൽ ചില മുന്നറിയിപ്പുകളും പോലീസ് നൽകുന്നുണ്ട്. തൊഴിലുടമകൾ തൊഴിലാളികളുടെ മുഴുവൻ രേഖയും ഹാജരാക്കി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ക്രിമിനൽ സ്വഭാവമുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം ഉടനെ അറിയിക്കണം. മനോരോഗികളായവരോ അലഞ്ഞുതിരിയുന്നവരോ ആയ ഇതര സംസ്ഥാനക്കാരെ കണ്ടാലും പോലീസിൽ വിവരം അറിയിക്കണം. ക്രിമിനൽ സ്വഭാവമുള്ളവരെയും മാനസിക നില തെറ്റിയവരെയും കേരളത്തിലേക്ക് എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരെയും കർശന നടപടിയുണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ നടപടിയില്ലെന്ന് പരാതി. നിലവിൽ നഷ്ടപരിഹാര തുക വിതരണം ചെയ്തിട്ട് 2.5 വർഷത്തിലധികമായി. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 25,88,000 രൂപയാണ്. ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിത കാഴ്ചകളാണ്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ച ഭൂമി നിമിഷ നേരം കൊണ്ട് ഇല്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ. ഇവരുടെ തുടർ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല. ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി. ഇടുക്കി ജില്ലയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലവും അതുപോലെ വന്യമൃഗങ്ങളുടെ ആന, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം മൂലവും ഏക്കർ കണക്കിന് കൃഷിയാണ് എല്ലാ വർഷവും നശിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് 2023. എന്നാൽ നാളിതുവരെയും 1 രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഒരു നടപടി ഉണ്ടാവണം. കാർഷിക രംഗത്തെ വിലയിടിവും ഉൽപ്പാദനക്കുറവ് മൂലം ഏലം കൃഷി തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഏലകൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ കൃഷികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. 2023 ഇടുക്കിയിൽ ആകെ 400 അപേക്ഷകളിലായി 25,80,000 പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക. ദേവികുളത്ത് 141 അപേക്ഷകളിലായി 9,33,000 രൂപ വിതരണം ചെയ്യണം. ഇടുക്കി ബ്ലോക്കിൽ 4.25 ലക്ഷത്തിലധികവും, ഇളംദേശം ബ്ലോക്കിൽ 3,77,000 കട്ടപ്പനയിൽ 3,43,000 രൂപ വിതരണം ചെയ്യണം. നെടുങ്കണ്ടം, തൊടുപുഴ, അടിമാലി ബ്ലോക്കുകളിൽ 1 ലക്ഷത്തിലധികം രൂപയുണ്ട്. 1/2 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരിമേട്ടിലാണ് ഏറ്റവും കുറവ്. ഇടുക്കിയിലെ കർഷകർക്ക് ഈ 2 വർഷക്കാലമായി അവരുടെ കൃഷിനാശത്തിനുള്ള യാതൊരുവിധ ധനസഹായവും ഗവൺമെന്റ് രീതിയിൽ ഒരിടത്തുനിന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇടുക്കിയിലെ കർഷകർ നിലവിൽ അതീവ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും വന്യമൃഗങ്ങളുടെ ശല്യം, മണ്ണിടിച്ചൽ, അങ്ങനെ ഒരുപാട് രീതിയിലൂടെയാണ് കർഷകർ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്നാൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു ധനസഹായവും കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെറും ഒരു നോക്കൂത്തിയായി നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല. അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്.
ശാന്തൻപാറയിലെ CPM ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട NOCക്കായുള്ള അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് NOCക്കായി അപേക്ഷിച്ചതെങ്കിലും ഗാർഹികേതര ആവശ്യത്തിനാണ് നിർമ്മാണമെന്ന് കണ്ടെത്തി നിരസിക്കുകയായിരുന്നു. കെട്ടിടം നിർമ്മിച്ചതിൽ 12 ചതുരശ്ര മീറ്റർ പട്ടയമില്ലാത്ത ഭൂമിയിൽ 48 ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് കൈവശം വച്ചിരിക്കുന്നതായും കണ്ടെത്തി. ഹൈക്കോടതി നിർമ്മാണ വിലക്കേർപ്പെടുത്തിയ ശാന്തൻപാറയിലെ CPM ഓഫീസ് നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നാണ് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ശാന്തൻപാറയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുന്ന വിവരം അതിജീവന പോരാട്ടവേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കോടതി ഇടപെടുകയും ചെയ്തു. തുടർന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകുകയും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും വീണ്ടും നിർമ്മാണം നടത്തിയാൽ ഈ ഭൂമിയുടെ ഉടമസ്ഥനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഉടമസ്ഥതയിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന 8 സെന്റ് ഭൂമിയുള്ളത്. പിന്നീട് നിർമ്മാണ അനുമതി വേണമെന്നാവശ്യപ്പെട്ട CPM 2 മാസം മുൻപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ നേതാവ് VN മോഹനൻ കേസിൽ കക്ഷി ചേരുകയും ചെയ്തു. ഇതേ തുടർന്ന് പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ കളക്ടർക്ക് NOCക്കായുള്ള അപേക്ഷ നൽകി. എന്നാൽ ഭൂപതിവ് നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ NOC നിഷേധിച്ചത്. ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ ഗാർഹികേതര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. ഇതുകൂടാതെ കെട്ടിടം നിർമ്മിച്ച വസ്തുവിൽ ഉള്ള 12 ചതുരശ്ര മീറ്റർ ഭൂമിക്ക് പട്ടയം ഇല്ലെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തി. 48 ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. 14ാമത് സമ്മതിദായക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കുന്നതിനും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ജനുവരി 25 സമ്മതിദായക ദിനമായി ആഘോഷിക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കുന്നതിനും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ജനുവരി 25 സമ്മതിദായക ദിനമായി ആഘോഷിക്കുന്നതെന്നും കളക്ടർ പറഞ്ഞു. പരിപാടിയിൽ കളക്ടർ സദസ്സിന് സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും 18 വയസ്സ് പൂർത്തിയായ നവാഗത വോട്ടർമാരായ ശ്രീകുട്ടി ബിജു, അനു ജോസ്, സോന ജോസ്, അരുൺ വർഗീസ് എന്നിവർക്ക് വോട്ടർ ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു. 2023 പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച BLOമാരായ പീരുമേട് നിയോജക മണ്ഡലത്തിൽ 72-ാം ബൂത്ത് നമ്പറിൽ എൽസമ്മ എബ്രഹാം, ദേവികുളം നിയോജക മണ്ഡലം 6-ാം ബൂത്ത് നമ്പറിൽ അജിതാമോൾ MC എന്നിവരും 1ഉം 2ഉം സ്ഥാനത്തിനുള്ള അവാർഡ് കളക്ടറിൽ നിന്ന് ഏറ്റുവാങ്ങി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന അത്തപ്പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജകുമാരി NSS കോളേജിനും 2ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജമുടി മാർസ്ലിവ കോളേജിനുമുള്ള സമ്മാനങ്ങൾ പരിപാടിയിൽ വിതരണം ചെയ്തു. ഇലക്ഷൻ തീം സോങ് പ്രദർശനവും ചടങ്ങിൽ നടന്നു. ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S നായർ, ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ VM, ADM ഷൈജു P ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർമാരായ മനോജ് K, ജോളി ജോസഫ്, ദീപ KP, സ്വീപ് ജില്ലാ നോഡൽ ഓഫീസർ ഷാജിമോൻ MJ, ഇടുക്കി തഹസിൽദാർ ഡിക്സി ഫ്രാൻസിസ്, LR തഹസിൽദാർ മിനി K ജോൺ, തൊടുപുഴ LR തഹസിൽദാർ സക്കീർ KH, ഇലക്ഷൻ സീനിയർ ഡയറക്ടർ ഹരി TS തുടങ്ങി ഇലക്ഷൻ വകുപ്പിലെ ജീവനക്കാരും വിവിധ വകുപ്പുകളിലെ ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ വില്ലേജിലെ 3 ചീനിൽ റവന്യൂ സംഘം ഭൂമിയുടെ സാറ്റലൈറ്റ് സർവേ നടപടികൾ ആരംഭിച്ചു. കട്ടപ്പന ലാൻഡ് അസൈൻമെന്റ് ഓഫീസിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത്. 3 ചീനിൽ പട്ടയം നൽകുന്നതിന്റെ ആദ്യപടിയായിട്ടാണ് സർവേ. റവന്യൂ മന്ത്രി ഇടുക്കിയിലെത്തിയപ്പോൾ നടന്ന യോഗത്തിൽ 3 ചീൻ പട്ടയ വിഷയം ഉയർന്നു വന്നിരുന്നു. ഇതേ തുടർന്ന് 3 ചീനിലെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് ഭൂമിയിൽ സാറ്റലൈറ്റ് സർവേ നടത്തി ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർവേ വിഭാഗത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയത്. കട്ടപ്പന LA ഓഫീസ് അധികൃതരാണ് സർവേ നടപടികൾ നടത്തുന്നത്. ആദ്യപടിയായി കാഞ്ചിയാർ പഞ്ചായത്തിലെ 3 ചീനിൽ സർവേ നടപടി പൂർത്തിയാക്കിയാണ് അയ്യപ്പൻകോവിലിലെ 3 ചീനിൽ സർവേ ആരംഭിച്ചത്. സർവേ വിവരങ്ങൾ LA ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിലേക്ക് കൈമാറുമെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ പറഞ്ഞു. സർക്കാരിൽ നിന്നുള്ള ഓർഡർ അധികം താമസിക്കാതെ കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് കൈവശം ഇരിക്കുന്ന ആ ഭൂമിക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും റവന്യൂ മന്ത്രി ശ്രീ രാജൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ
പട്ടയം കൊടുക്കുവാനായിട്ടുള്ള നടപടികളിൽ 3 ചെയിനിൽ പട്ടയം കൊടുക്കുവാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പീരുമേട് നിയോജക മണ്ഡലം വഴൂർ സോമൻ MLA-യുടെയും കൂടി ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയാൽ തന്നെ ഉടൻ തന്നെ എല്ലാവർക്കും 3 ചെയിനിലുള്ള എല്ലാവർക്കും പട്ടയം കൊടുക്കുന്നതിനുള്ള സ്കെച്ച്, കൈവശഭൂമിയുടെ സ്കെച്ച് എടുക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ വില്ലേജുകളിൽ പട്ടയം നൽകാനായി ഇത് 2ാം തവണയാണ് സർവേ നടത്തുന്നത്. ആദ്യ പ്രാവശ്യം സർവേക്കായി പണപ്പിരിവ് നടത്തിയതിന് ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസും നിലവിലുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട പട്ടയ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കാലതാമസം കൂടാതെ സർവേ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. വൈദ്യുതി ബോർഡിന്റെ ദ്വൈമാസ ബില്ലിലെ അപാകതയ്ക്കെതിരെ ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. പ്രതിമാസ ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ താരിഫ് കണക്കാക്കി മാസാവസാനം ബില്ല് നൽകുന്ന രീതി ആരംഭിക്കണം. ദ്വൈമാസ ബില്ല് കണക്കാക്കുമ്പോൾ ഉപഭോഗം കൂടുന്നതിനാൽ ഉപയോഗിക്കുന്ന യൂണിറ്റിന് കൂടിയ വില ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്നത് ഒഴിവാക്കണമെന്നും ദേശീയ ചെയർമാൻ PR വിശ്വനാഥൻ നായർ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡോക്ടർ രാജീവ് രാജധാനി അധ്യക്ഷനായിരുന്നു. മോഹൻ ഐസക്, ഷിബു കെ തമ്പി, PT ശ്രീകുമാർ, MK രാജു, സന്തോഷ് കൃഷ്ണൻ, ശ്രീരഞ്ജു, P ശ്രീകുമാർ, ബഷീർ ചേർത്തല, BV ഫാത്തിമ, വിനയൻ, പുഷ്പൻ, ലളിതാരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ജോബ് ഫെയർ 2024 എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് ജോബ് ഫെയർ 2024 എന്ന പേരിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിൽ നിന്നും അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനാണ് പരിപാടി ലക്ഷ്യമിട്ടത്. സെയിൽസ്, മാർക്കറ്റിംഗ്, ബാങ്കിംഗ്, ഓട്ടോമൊബൈൽ, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിലെ 20-ലധികം ഉദ്യോഗദായകർ തൊഴിൽമേളയിൽ പങ്കെടുത്തു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന യുവജനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. +2 കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വീടും സ്ഥലവും പണയം വെച്ചിട്ടാണെങ്കിലും, ഇല്ലെങ്കിൽ അതുകൊണ്ട് തികയത്തില്ലെങ്കിൽ ബന്ധുജനങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലെ ആരുടെയെങ്കിലും ഒക്കെ വസ്തു കൂടി പണയം വെച്ചിട്ട് നമ്മുടെ യുവത്വം ഇന്ത്യക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതിവിടെ തൊഴിലില്ലാഞ്ഞിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ യുവത്വങ്ങൾ, നമ്മുടെ യുവത്വത്തിൻ്റെ ബ്രെയിനും കരുത്തും പവറും അവരുടെ ശേഷിയും ശേമുഷിയും എല്ലാം മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇങ്ങോട്ട് ജോലിക്ക് വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഏതൊരു തൊഴിലും മഹത്തരമാണ്, ഏത് ജോലിയും മഹത്തരമാണ്. ആ ജോലിയോടുള്ള നമ്മുടെ ആത്മാർത്ഥതയും ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും ആണ് ഒരു തൊഴിലാളിയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ ആ രംഗത്ത് സംതൃപ്തനാണെങ്കിൽ മാത്രമേ മനസ്സാക്ഷിക്കനുസരിച്ച് ജോലി ചെയ്തു പോകാൻ കഴിയൂ. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V കണ്ണൻ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ VP രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വനാഥൻ PN, ഡോക്ടർ മിനിജ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി റോജൻ രാജൻ, ബീനാമോൾ R, ആദർശ് P തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏകദിന ധർണ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിൽ സംഘടിപ്പിച്ച ധർണ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ടൗണിൽ സംഘടിപ്പിച്ച ഏകദിന ധർണയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി PG ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് TK രാജു ധർണ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം രേഖപ്പെടുത്താനും ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുവാനുമാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അതിദയനീയമായ അതിനീചമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. 6 വയസ്സ് പ്രായമുള്ള ഒരു പിച്ചുകുട്ടി പീഡിപ്പിക്കപ്പെട്ട് അതിനെ കൊല ചെയ്ത സംഭവം അതെല്ലാവരിലും പ്രതിഷേധം ഉയർത്തിയ ഒരു സംഭവമാണ്.
നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വേദനിക്കും. നമ്മളിൽ എല്ലാവർക്കും ഒരു പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധം കേരളീയ ജനസമൂഹം രേഖപ്പെടുത്തിയപ്പോൾ ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും MLA-മാരും എല്ലാം പറഞ്ഞു, ഈ കേസിൽ കുറ്റക്കാരനായ പ്രതി ശിക്ഷിക്കപ്പെടും. സംസ്ഥാന വക്താവ് ES ബിജു, സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ഹരിലാൽ, മറ്റ് ഭാരവാഹികളായ PK സോമൻ, S ജയരാജ് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ SP രാജേഷ്, KS സലിലൻ, മഹിളാ ഐക്യവേദി നേതാക്കളായ പ്രതിഭ പ്രശാന്ത്, ലക്ഷ്മി രാജു, താലൂക്ക് ഭാരവാഹികളായ മുരളീധരൻ, മനുവേൽ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത്, DTPC, വാഗമൺ കോലാഹലമേട് നവമാധ്യമ കൂട്ടായ്മ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തിയത്. വാഗമൺ സൊസൈറ്റി കവല മുതൽ നല്ലതണ്ണി വരെയുള്ള പാതയോരമാണ് ശുചീകരണം നടത്തിയത്. വാഗമൺ സഞ്ചാരികളുടെ ഇടമാണെങ്കിലും അനുദിനം ഇവിടെ കുന്നുകൂടുന്ന മാലിന്യം വാഗമണിന്റെ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. വാഗമണിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന പാതകൾക്കിരുവശവും വലിയ തോതിലാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. സഞ്ചാരികളടക്കം നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളാണ് ഇത്. പ്രദേശങ്ങളിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കാത്ത സാഹചര്യമുണ്ട്. ഇതോടെയാണ് കോലാഹലമേട്ടിലെ നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ DTPC, വാഗമണിന്റെയും ഏലപ്പാറ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ടൂറിസം ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം സിനി വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ടൂറിസം വികസനം കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ വാഗമൺ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട കോലാഹലമേട് നിവാസികളും നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ വരുമാന സ്രോതസ്സുകളും മറ്റും ഇല്ലാതെ വിഷമിച്ച് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് നാടിത്രയും വികസനം നമ്മുടെ നാട്ടിലെ ടൂറിസം പ്ലേസുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലാണ്, കോലാഹലമേട്ടിലാണ്. അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് നമ്മൾ പറയേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. മാലിന്യം അത്രമേൽ കുമിഞ്ഞുകൂടിയിട്ടുണ്ട് നമ്മുടെ കോലാഹലമേട് വാർഡില്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് ഗ്രാമപഞ്ചായത്തിന് കൈമാറി. പ്രവർത്തനങ്ങളിൽ മേഖലയിലെ 70ഓളം പേർ പങ്കാളികളായി. വാഗമൺ DTPC ഇൻചാർജ് മോഹനൻ MG, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വ്യാപാരികൾ, നവമാധ്യമ കൂട്ടായ്മ അംഗങ്ങൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുടിയേറ്റത്തിന്റെ 4 തലമുറ കഴിഞ്ഞിട്ടും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആനപ്പള്ളം നിവാസികൾക്ക് പൊതുഗതാഗത സംവിധാനം ഇന്നും അന്യം. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ ആളുകൾക്ക് പുറം ലോകത്തെത്തണമെങ്കിൽ ഇപ്പോഴും ട്രിപ്പ് ജീപ്പുകൾ മാത്രമാണ് ആശ്രയം. ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. ഇടുക്കിയിലെ ആദ്യ കുടിയേറ്റ മേഖലയായ ഉപ്പുതറ പഞ്ചായത്തിൽ 10ാം വാർഡാണ് ആനപ്പള്ളം. ഉപ്പുതറ ടൗണിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ ദൂരമാണ് ആനപ്പള്ളത്തിനുള്ളത്. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിവിടം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മേഖല ഇപ്പോഴും വളരെ പിറകിലാണ്. നിലവിൽ പ്രദേശവാസികൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി മേഖലയിലൂടെ പൊതുഗതാഗത സംവിധാനം ഇല്ലെന്നതാണ്. ആശുപത്രി, സ്കൂൾ, മറ്റ് ഇതര ആവശ്യങ്ങൾക്കായി ഇവിടുത്തുകാർ ആശ്രയിക്കുന്നത് ട്രിപ്പ് ജീപ്പ്, ഓട്ടോറിക്ഷ എന്നിവയെയാണ്. വലിയ തുക ചിലവാക്കി വേണം നിലവിൽ ഇവർക്ക് പുറം ലോകത്തെത്താൻ. ഒപ്പം കൃത്യസമയത്ത് ഈ വാഹനങ്ങൾ ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. ഉപ്പുതറയിൽ നിന്ന് ആനപ്പള്ളത്തേക്ക് ഒരു ബസ് സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. എന്നാൽ മിനി ബസ്സുകൾ വാങ്ങി ഗ്രാമീണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്താൻ ആലോചിക്കുന്നതായുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന അറിഞ്ഞതോടെ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ തങ്ങളുടെ പ്രദേശത്തേക്ക് ഒരു ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ആനപ്പള്ളത്തെ എൻ്റെ ഗ്രാമം എന്ന നവമാധ്യമ കൂട്ടായ്മ അംഗങ്ങൾ. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 ജനറേഷനായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ടൗണിലേക്ക് എത്താനും ഞങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പഞ്ചായത്ത്, മറ്റ് സ്കൂൾ, ഹോസ്പിറ്റൽ, ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ആശ്രയിക്കുന്നത് ഇവിടുന്ന് ഏകദേശം 7.5 കിലോമീറ്റർ ദൂരമുള്ള ഉപ്പുതറ പട്ടണത്തെയാണ്. അവിടത്തേക്ക് എത്തിപ്പെടാൻ ഇതുവരെയും ഈ നാട്ടിൽ, ഇന്ത്യയിൽ തന്നെ ഒരു ബസ് സർവീസ് ഇല്ലാത്ത ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജ് എന്ന് തന്നെ പറയാം. സോ ഇപ്പോഴും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് ഒരു ട്രിപ്പ് ജീപ്പ് ഫെസിലിറ്റീസാണ്.
ആ ട്രിപ്പ് ജീപ്പ് എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള സമയമില്ല. ഇപ്പോൾ ഈ 4 ജനറേഷനായിട്ടും ഈ നാട്ടിൽ ഇതുവരെ ഒരു ബസ് സർവീസോ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളും ഇല്ല. ഞങ്ങൾക്ക് ഒന്ന് യാത്ര ചെയ്യണമെങ്കിലോ അത്യാവശ്യത്തിലേക്ക് പോകണമെങ്കിലോ. സോ ഇത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട്. വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം വിവരിച്ചാണ് നിവേദനം നൽകിയിരിക്കുന്നത്. മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾ. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ കുളിമുറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി. കുളിമുറിയിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകുന്ന പൈപ്പ് തകരാറിലായതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. രോഗികൾ ആശുപത്രി അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ പുരുഷന്മാരുടെ വാർഡിലാണ് കുളിമുറിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ രോഗികൾക്ക് കുളിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. പലതവണ ആശുപത്രി ജീവനക്കാരോട് പരാതി പറഞ്ഞെങ്കിലും വന്നു നോക്കിപ്പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് മലിനജലം ഒഴുകുന്ന പൈപ്പിന് തകരാർ സംഭവിച്ചതാണ് വെള്ളം കെട്ടിനിൽക്കാൻ കാരണം. ഓപ്പറേഷൻ കഴിഞ്ഞ് തുടർ ചികിത്സയ്ക്കുൾപ്പെടെ രോഗികൾ കിടക്കുന്ന വാർഡിലാണ് ഈ ദയനീയ അവസ്ഥ. ഞാൻ 5 ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ്. 2 ദിവസവും കുളിമുറിയിലെ വെള്ളം പോകുന്നതിനോ കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. 3-ാം ദിവസം തൊട്ട് കുളിമുറിയിലെ വെള്ളം പോകുന്നില്ല. നമ്മൾ നിരവധി തവണ നമ്മളിവിടെ പരാതിപ്പെട്ടു ആളുകളോട്. യാതൊരു നടപടിയില്ല. വേറെ അതിൻ്റെ അകത്ത് എക്സോ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ സൈഡിലെ വല പോയതുകൊണ്ട് കൊതുക് രാത്രി അതിൽ കയറി വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റിൻ്റെ അകത്തെ ഫ്രഷ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഞാൻ സർജറി കഴിഞ്ഞ് വന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ഫ്രഷ് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ആശുപത്രിയിലെ കുളിമുറിയിൽ ഫ്ലഷ് സംവിധാനം തകരാറിലായതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. കൊതുക് കയറാതിരിക്കാനുള്ള വലയുണ്ടെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും തകർന്ന അവസ്ഥയിലാണ്. അതിനാൽ സന്ധ്യ കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊതുക് ശല്യവും രൂക്ഷമാണ്. ആശുപത്രിയുടെ ഈ ദുരവസ്ഥ കാരണം രോഗികളും കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും കാര്യക്ഷമമല്ലെന്നാണ് പരാതി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ടെക്നിക്കോ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫെസ്റ്റിൽ ഒരുക്കിയ വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങൾ കാണുവാനായി പീരുമേട് MLA വാഴൂർ സോമനടക്കം എത്തിയിരുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിലൂടെ ഉരുത്തിരിഞ്ഞ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാഗ്നോവോക്സ് 2K24 എന്ന പേരിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ രാധിക സാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ്, PTA വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫെസ്റ്റിന്റെ സമാപന ദിവസത്തിൽ പീരുമേട് MLA വാഴൂർ സോമൻ ഫെസ്റ്റ് സന്ദർശിക്കുകയും വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. പരിപാടി അതിമനോഹരമായി സംഘടിപ്പിച്ച ഗവൺമെൻറ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളെ മറ്റ് സംഘാടക സമിതിയെ ഒക്കെ കണ്ട പ്രശംസിക്കുവാൻ ഈ സന്ദർഭം നടത്തി. നിരവധിയായ കോഴ്സുകൾ പുതുതായി ഈ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ പ്രദേശത്തെ ആളുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ടെക്നിക്കൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് കോളേജിലെ വിവിധ വകുപ്പ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പുകൾ, പ്രോജക്റ്റുകൾ, 3D തിയേറ്റർ, ഹോണ്ടഡ് ഹൗസ്, പേപ്പർ പ്രസന്റേഷൻ, ട്രഷർ ഹണ്ട്, ഫാഷൻ ഡിസൈനിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാളുകൾ, വിവിധ മത്സരങ്ങൾ എന്നിവ ശ്രദ്ധേയമായിരുന്നു. ഇലക്ട്രോണിക് യുഗത്തിന്റെ അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായിട്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് കോളേജ് പ്രിൻസിപ്പൽ രാധിക സാജു പറഞ്ഞു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാർ ജനുവരി 23-24 തീയതികളിലായി മാഗ്നോവോക്സ് 2K24 എന്ന പേരിൽ ടെക് എക്സ്പോ നടന്നു വരികയാണ്. ഈ കോളേജിൽ നിലവിലുള്ള 3 ബ്രാഞ്ചസായ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ഈ 3 ബ്രാഞ്ചിന്റെ കീഴിലാണ് ഈ എക്സ്പോ നടന്നു വരുന്നത്. അതുകൂടാതെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് വെള്ളാരംകുതിലും വണ്ടിപ്പെരിയാറുമായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനവും ഈ എക്സ്പോയിൽ ഭാഗഭാക്കാണ്. പീരുമേട് മേഖലയിലെ 25 വിദ്യാലയങ്ങളിൽ നിന്നുമായി 1000-ഓളം വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുജനങ്ങളും ടെക്നിക്കൽ ഫെസ്റ്റ് സന്ദർശിച്ചു. അധ്യാപകരായ ജോൺസൺ ആന്റണി, B. അഞ്ജു, TK വിജിത്ത്, സുബിൻ പോൾ, ഹൈബ ഫാത്തിമ ഇബ്രാഹിം എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി.
വാഗമൺ തൊടുപുഴ റോഡിന്റെ വശങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. റോഡിനോട് ചേർന്ന് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ പ്ലാന്റിനോട് ചേർന്നാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികളടക്കം എത്തുന്ന പാതയോരത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതോടെ പ്രതിഷേധവും ശക്തമാണ്. വാഗമൺ തൊടുപുഴ പാതയോട് ചേർന്നാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ മാലിന്യ തരംതിരിക്കൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നാളുകളായി ഇവിടെയാണ് മാലിന്യങ്ങൾ തരംതിരിക്കുന്നത്. എന്നാൽ കൃത്യമായ സമയത്ത് ക്ലീൻ കേരള അധികൃതർ മാലിന്യം നീക്കം ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇതുമൂലം സാംക്രമിക രോഗങ്ങളടക്കം പകരാൻ കാരണമാകുമോ എന്ന ഭീതിയിലാണ് ജനങ്ങളെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ ഏലപ്പാറ പഞ്ചായത്തിൻ്റെ കീഴിൽ ഹരിതകർമ്മസേന വേസ്റ്റ് വാതിൽപ്പടി മാലിന്യം എന്നുള്ളത് ശേഖരിച്ചുകൊണ്ട് വാഗമണിലാണ് MCFലാണ് ചെയ്യുന്നത്. അവിടെ കിടക്കുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ മുഴുവനും ആൾക്കാർക്ക് രോഗം പരത്തുന്ന രീതിയിലാണ്. ഇത് ക്ലീൻ കേരളയ്ക്ക് കയറ്റുമതി ചെയ്യേണ്ടതാണ്. കാര്യം വെച്ചാൽ അവർ വേസ്റ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഏലപ്പാറ പഞ്ചായത്ത് ഇതിനൊരു തുടർ നടപടികൾ ഒന്നും ചെയ്യുന്നില്ല. അതിനല്ല അതിന് വേണ്ട നാട്ടിൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന വേസ്റ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ട് വരികയാണ്. ക്ലീൻ കേരളമായിട്ട് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ അവർ വേസ്റ്റുകൾ കൊണ്ടുപോയി കൊടുത്തു വിട്ടാൽ മാത്രമേ ഈ നാട് ക്ലീൻ ആവുള്ളൂ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് മൂലം വെള്ളം കെട്ടിക്കിടക്കുന്നതിനും ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. കൂടാതെ തെരുവു നായ്ക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നതും നിത്യസംഭവമാണ്. പാതയോരത്ത് തന്നെ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്കും തിരിച്ചടി സൃഷ്ടിക്കും. നിരവധി പരാതികൾ ഉയർന്നിട്ടും ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അടിയന്തരമായി അധികൃതർ ശ്രദ്ധ ചെലുത്തി മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ ക്രിസ്തുമസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് നടത്തിയ ബമ്പർ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. സ്വർണ്ണ നാണയമാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി സമ്മാന കൂപ്പൺ നറുക്കെടുത്തു. ക്രിസ്തുമസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന ഓരോ 500 രൂപയ്ക്കും ഓരോ സമ്മാന കൂപ്പൺ നൽകിയിരുന്നു. ഇത്തവണ നറുക്കെടുപ്പിൽ കട്ടപ്പന നരിയമ്പാറ കടപ്ലാക്കൽ ലിനറ്റ് ജെയിംസ് ആണ് സമ്മാനാർഹയായത്. ബമ്പർ സമ്മാന വിതരണം ഞായറാഴ്ച നടക്കുന്ന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഫാമിലി മീറ്റിൽ വെച്ച് വിതരണം ചെയ്യും. നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏറ്റവും സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നമ്മുടെ രണ്ടാം വാർഷികവും അതോടൊപ്പം തന്നെ ക്രിസ്മസ് പുതുവത്സര സീസൺ എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ട ഒരു സീസണായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ നല്ല സഹകരണം നമുക്ക് ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത 5 പേരെയും അനുമോദിക്കും. ഹൈഫ്രഷിൽ നടന്ന ചടങ്ങിൽ ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് KJ പിന്നി, സെക്രട്ടറി റോബിൻസ് ജോർജ്, രാജൻ MM, ജിനോഷ് K ജോസഫ്, ഷാജി ജോസ്, അപർണ വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദേവികുളം ഗ്യാപ്പ് റോഡിലുള്ള മലൈക്കള്ളൻ ഗുഹ അഥവാ തങ്കയ്യ ഗുഹ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം കഴിഞ്ഞ് ഗ്യാപ്പ് റോഡിലെത്തി കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ വഴി കടന്നു പോയിരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളന്റെ ഒളിയിടമായിരുന്നു ഈ ഗുഹയെന്നാണ് ഐതിഹ്യം. ദേവികുളം ഗ്യാപ്പ് റോഡിലുള്ള മലൈക്കള്ളൻ ഗുഹ അഥവാ തങ്കയ്യ ഗുഹ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാകുന്നു. ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികളിൽ കൗതുകവും ആകാംക്ഷയും പകരുന്നതാണിത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം കഴിഞ്ഞ് ഗ്യാപ്പ് റോഡിലെത്തി കുറച്ചു ദൂരം ചെന്നു കഴിയുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾക്ക് ഭീഷണിയുയർത്തിയിരുന്ന മലൈക്കള്ളൻ തങ്കയ്യ എന്ന മോഷ്ടാവ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുഹയാണിതെന്ന് പഴമക്കാർ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ വഴി കടന്നുപോയിരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളന്റെ ഒളിയിടമായിരുന്നു ഈ ഗുഹയെന്നാണ് ഐതിഹ്യം. കൊള്ള മുതൽ നിർധനർക്ക് പങ്കുവച്ചിരുന്ന ഇയാൾ നാട്ടുകാർക്ക് നല്ലവനായിരുന്നെന്നും പഴമക്കാർ പറയുന്നു. ഒരാൾക്ക് സുഖമായി കടന്നുപോകാൻ സൗകര്യമുള്ളതാണ് ഈ ഗുഹ. ഗ്യാപ്പ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വീതി കൂട്ടിയപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സൗകര്യത്തിന് ഗുഹയിലേക്ക് കടന്നു കയറാൻ പടികൾ നിർമ്മിച്ചിട്ടുണ്ട്.
40-45 കാലഘട്ടത്തിൽ 1940-45 കാലഘട്ടത്തിലാണ് ഈ മലയക്കള്ളൻകുള ഗുഹ. നേരത്തെ ഉണ്ടായിരുന്നു. കള്ളൻ അതിനകത്ത് ഒളിച്ചിരുന്ന് മോഷണം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇതിലെ വഴിയെ പോകുന്ന അന്ന് ഈ റോഡൊന്നും ചെറിയ റോഡായിരുന്നു. നടപ്പുവഴി എങ്ങാണ്ടുള്ളായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാർ മൂന്നാറിലോട്ട് വരും. അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവർ കുതിരപ്പുറത്താണ് വരുന്നത്. കഴുതയുടെ പുറത്തൊക്കെയാണ് വരുന്നത്. അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവരുടെ കയ്യിലുള്ള ഓടം തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു കള്ളൻ്റെ സ്വഭാവം. മഴക്കാലമായാൽ ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടും ഉറവവെള്ളം തുള്ളിതുള്ളിയായി വീഴുന്ന ശബ്ദവും ചീവീടുകളുടെയും കടവാവലുകളുടെയും ചിറകടി ശബ്ദവും കടന്നു ചെല്ലുന്നവർക്ക് കൗതുകമാണ്. ഇവിടെ നിന്ന് മുട്ടുകാട് പാടശേഖരം, വൈസന്മാലി, ടീ കമ്പനി, ജോസ്ഗിരി പള്ളി, NR-സിറ്റി മേഖല, രാജാക്കാടിന്റെ ഉയർന്ന പ്രദേശം, കരിമല തുടങ്ങിയ പ്രദേശങ്ങൾ കാണാൻ സാധിക്കും. ഗ്യാപ് റോഡ് വീതി കൂട്ടി നവീകരിച്ചപ്പോഴും പാതയോരത്തെ ഈ ഗുഹ സംരക്ഷിക്കപ്പെട്ടു. എന്നാൽ മൂത്രവിസർജനത്തിനായി രാത്രികാലങ്ങളിൽ ഇവിടം ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട്. മറ്റേ ഈ ഗുഹയിൽ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ഒന്നാമത്തെ കാര്യം ഒരു ബാത്റൂം സൗകര്യമില്ല. ഈ 5-8 കിലോമീറ്ററിനിടയ്ക്ക് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലങ്ങളാണ്. ബാത്റൂം സൗകര്യം ഇല്ലാത്ത കാരണം ഇതിൻ്റെ അകത്ത് കയറി ആൾക്കാർ മൂത്രമൊഴിക്കുകയും അതൊക്കെ ഞങ്ങൾ തന്നെയാണ് വൃത്തിയാക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത്. എന്നാലും ആൾക്കാർ കയറി ബാത്റൂം സൗകര്യം ഇല്ലാത്ത കാരണമാണ് മൂത്രമൊഴിക്കുന്നത്, വൃത്തികേടാക്കി ഇടുന്നുണ്ട്. ദേവികുളം ഗ്യാപ് റോഡിലെ ഐതിഹ്യമുറങ്ങുന്ന ഈ ഗുഹ ഒട്ടേറെ സഞ്ചാരികൾ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഇടമാണ്. എപ്പോഴും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗമാണിവിടം. തുറസായ ഇവിടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ സഞ്ചാരികൾ മുതൽ വഴിയോര കച്ചവടക്കാർ വരെ മൂത്രവിസർജനത്തിന് മറവ് കണ്ടെത്തുന്നത് തങ്കയ്യയുടെ ഈ ഒളിയിടത്തിലാണ്. ഇതുമൂലം ദുർഗന്ധം വമിക്കുന്ന ഗുഹയുടെ കവാടത്തിൽ പോലും ആളുകൾക്ക് നിൽക്കാനാവാത്ത സ്ഥിതിയാണ്. ഈ ഭാഗത്ത് ശുചിമുറി സൗകര്യമൊരുക്കിയാൽ ഇവിടെ എത്തുന്നവർക്ക് ആശ്വാസമാകും. ഒപ്പം ഗുഹയെ സംരക്ഷിക്കാനുമാകും. സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 127, വിൽപ്പനയ്ക്ക് വന്നത് 23,303, വിൽപ്പന നടന്നത് 17,970, കൂടിയ വില 2,380, ശരാശരി വില 1,562. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 570 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400, കാപ്പിപ്പരിപ്പ് 250, ഗ്രാമ്പു 950, കൊക്കോ 50, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,770 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിനൊരുങ്ങി ജില്ല. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഇടുക്കി IDA ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകും. റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നത് 17 പ്ലറ്റൂണുകളിലായി 500ഓളം പേർ. NDA പിന്തുണയോടെ UDF ഭരിച്ചിരുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അട്ടിമറി. കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചെടുത്തു. ഭരണം നഷ്ടമാകാൻ കാരണം കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളിൽ മാനസിക രോഗികളും ക്രിമിനലുകളും ഉള്ളതായി പരാതി. ഇതോടെ യാതൊരുവിധ രേഖകളുമില്ലാതെ എത്തുന്ന ഇത്തരം ആളുകളുടെ ഭീഷണിയിൽ ജനങ്ങൾ. ഇത്തരക്കാർക്ക് മേൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ നടപടിയില്ലെന്ന് പരാതി.
നിലവിൽ 2.5 വർഷത്തിലധികമായി നഷ്ടപരിഹാര തുക വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 25,88,000 രൂപ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.